നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അവിചാരിതമായിട്ട് ദമ്പതികൾക്ക് ദൂരദേശവാസം വേണ്ടിവരും. ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുവാൻ ഇടയുള്ളത്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഏർപ്പെട്ട പലർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി ചില അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നതിനാൽ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം ഒരുപക്ഷെ മറ്റുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളായിരിക്കാം വന്നു ചേരുക. എന്തായാലും ഇതിന് ഉപോത്ബലകമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസത്തിന് ശേഷമേ അത് പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുമുള്ളൂ. പ്രായോഗിക വിജ്ഞാനം, പ്രവൃത്തി പരിചയം, ഇത്രയും കാലത്തെ അനുഭവജ്ഞാനം എന്നിവ വിലയിരുത്തിക്കൊണ്ട് പുതിയ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാവും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ 1-2 മാസം ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട്. പൊതുവെ മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കുക, ഇതൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ, ഗൃഹസമുച്ചയത്തിലെ അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു ഗൃഹം, അതെല്ലാം വാസ്തുശാസ്ത്രപ്രകാരമുള്ള ഗൃഹം വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്ത് തീർക്കുവാനും സാധ്യത കാണുന്നു. ആപൽഘട്ടങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ആർജവവും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുക മാത്രമല്ല, പ്രവൃത്തി പരിചയം നേടുവാനും ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. ജനപിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ഉപരിപഠനം പൂർത്തീകരിച്ച് ഉദ്യോഗത്തിൽ നല്ല തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും, പഠിക്കാനായിട്ട് എത്തിച്ചേർന്നവർക്കും ജോലിയായിട്ട് എത്തിച്ചേർന്നവർക്കും ഉദ്ദേശിച്ച തസ്തികയിൽ തന്നെ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് അനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. സൽക്കർമ്മങ്ങൾക്കും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കണം. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ നിന്നും പരമാവധി പിന്മാറുന്നത് നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളെ കൊണ്ട് അമിതമായിട്ടുള്ള മഴ ലഭിക്കുന്നത് വഴിയോ കൃഷിനാശത്തിന് സാധ്യത കാണുന്നതിനാൽ ഒരുപക്ഷെ ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം തന്നെ ഇതിന് അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പരിശീലനക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ പൂർണ്ണതയോടുകൂടിയതായുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് 4-5 മാസം കാത്തിരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ നിലവിലുള്ള രാജ്യത്തു നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് അവിടെ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് വന്നു ചേരുവാനോ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. അഹംഭാവം ഒഴിവാക്കി എല്ലാത്തിലും സമത്വ വീക്ഷണത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം, എല്ലാത്തിലും നന്മകൾ കണ്ടെത്തുന്ന പക്ഷം, ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മേഖലകളിലും കുടുംബജീവിതത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിമർശനങ്ങളെ അതിജീവിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ
മറ്റുള്ളവർക്ക് ഒരു സംശയാസ്പദമായുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കാൻ തയ്യാറാവുക തന്നെ ആയിരിക്കും നന്നാവുക. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. മനോവിഷമത്തിന് വഴിയൊരുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളാലും മിതത്വമുള്ള സമീപനത്താലും അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തന ശൈലി അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. അഭിമാന അർഹമായുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി അർഹമായുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടവരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി മുതൽ യാത്രകൾ ചെയ്തുകൊണ്ടുള്ള ജോലി ഒഴിവാക്കി ഇരുന്നും കൊണ്ട് ഒരു നിശ്ചിത വരുമാനം ലഭിക്കത്തക്ക വിധത്തിൽ നിത്യച്ചെലവിനുള്ള വിധത്തിലുള്ള ഒരു ജോലിക്ക് അതിനനുസൃതമായിട്ട് തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. മക്കൾ അന്യനാട്ടിൽ താമസിക്കുന്ന മക്കളുടെ ക്ഷണം സ്വീകരിച്ചും കൊണ്ട് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് യാത്ര പുറപ്പെടുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവിച്ചു വരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ തക്കവണ്ണം നല്ല സൂചനകൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ അമിതമായുള്ള ആവേശമൊന്നും വേണ്ട. മിതത്വമുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ജൂൺ മാസത്തിന് ശേഷം ഇതിനെല്ലാം തന്നെ അതിജീവിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. സ്വയം നിശ്ചയിച്ച കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ അനന്തസാധ്യതകളോ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ഉപേക്ഷിച്ച് പഠിക്കാനുള്ള അവസരത്തെ, അതായത് ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ തന്നെ വിജയം കൈവരിക്കുമെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് സീറ്റൊന്നും ലഭിക്കുകയില്ല. പണം കൊടുത്തുകൊണ്ട്, ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും പല വിദ്യാർത്ഥികൾക്കും വേണ്ടിവരിക. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഇരുവരും. എല്ലാ കാര്യങ്ങളിലും പരിഗണനാ സ്വഭാവം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യക്തി താൽപ്പര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള അവസരത്തിന് സാധ്യത കാണുന്നുണ്ട്. പല പ്രകാരത്തിലും ദേഹക്ഷീണം വർദ്ധിക്കുന്നതിന് വഴി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ സാംക്രമിക രോഗങ്ങളാണ് ചിലർക്ക് മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഒരു തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. പല പ്രകാരത്തിലും തടസ്സങ്ങളുണ്ടാകുമോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചും കൊണ്ടും 1-2 മണിക്കൂർ കൂടുതൽ സമയം ജോലി ചെയ്തും കൊണ്ടും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഒരു വിഹംഗ വീക്ഷണം നടത്തിക്കൊണ്ടും തൊഴിൽ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ
അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. മാനസികമായുള്ള അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നീർക്കെട്ട്, സന്ധിവേദന എന്നിവയ്ക്ക് പ്രകൃതി ജീവന ഔഷധ രീതികളും വ്യായാമവും പരിശീലിക്കുവാൻ സാധ്യതയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. അപ്രതീക്ഷിതമായിട്ട് ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങൾക്ക് സജീവ സാന്നിധ്യം വേണ്ടിവരും. ശുഭസൂചകങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഗ്രഹീതമില്ലാത്ത വിഷയങ്ങളെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളിലും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചും കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഏറ്റെടുക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. സമൂഹത്തിൽ ഉന്നതരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിട വരും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനാകും വിധത്തിൽ ജീവിതം നയിക്കാനുള്ള അവസരം വന്നു ചേരുമെങ്കിൽ പോലും സ്വന്തം നിലയിൽ ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. താങ്ങും തണലുമായിട്ടുള്ള ബന്ധുമിത്രാദികൾക്ക് ക്ഷീണാവസ്ഥകൾ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായമൊന്നും സാധിക്കുകയില്ല എങ്കിൽ പോലും അവർക്ക് കായികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദേഹപരമായിട്ടുള്ള സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ വിളവെടുപ്പ് എന്ന സാഹചര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടുള്ള കൃഷി രീതികളൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.